അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നങ്ങൾ നേരിടുന്നതിൽ അതിനെ അഡ്രസ് ചെയ്യുന്നതിൽ എത്രമാത്രം ഒരു സർക്കാർ വിജയിച്ചു, അതാണ് അവർ നോക്കിയത്. ഞാൻ തിരിച്ചു വരാം താങ്കളേക്ക്. ശ്രീ കുഞ്ഞാക്കുട്ടി ഏകാദർ, കോൺഗ്രസിന്റെ പ്രവർത്തന ശൈലിയെക്കുറിച്ച് ലീഗ് മുഖപത്രമായ ചന്ദ്രിക UPS നേരിട്ട വലിയ പരാജയത്തിന് ശേഷം മുഖപത്രത്തിൽ എഴുതി. അതിനെ വലിയ രീതിയിലാണ് കോൺഗ്രസ് നേതൃത്വവും KPCC പ്രസിഡന്റ് അടക്കമുള്ളവരൊക്കെ അതിനോട് പ്രതികരിച്ചതും വീക്ഷണം ദിനപത്രത്തിൽ അതിനെ പരിഹസിച്ചുകൊണ്ടുള്ള എഡിറ്റോറിയലുകളും വന്നു. ഇപ്പോൾ KPCCയുടെ തെരഞ്ഞെടുപ്പ് അവലോകന യോഗത്തിന് ശേഷം വരുന്ന വാർത്തകൾ അന്ന് ചന്ദ്രിക എഴുതിയ എഡിറ്റോറിയലുമായി വളരെ സാമ്യമുള്ളതല്ലേ? തീർച്ചയായും. പക്ഷേ എന്ന് തന്നെ വേണം നമുക്ക് കരുതാൻ. കാരണം ചന്ദ്രിക പറഞ്ഞത്, പക്ഷെ അതിനെക്കുറിച്ച് നമുക്ക് നാം മനസ്സിലാക്കേണ്ടതായി തൊട്ടടുത്ത ദിവസം തന്നെ മുസ്ലിം ലീഗിന്റെ ജനറൽ പാർലമെന്ററി പാർട്ടി ലീഡർ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത് അവർക്ക് ചന്ദ്രയ്ക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന. അപ്പോ നമ്മളെ സംബന്ധിച്ച് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഇവിടെ ഇന്ന് KPCC നിർവാഹക സമിതിയിൽ ഉണ്ടായി എന്ന് പറയുന്ന ചർച്ച വളരെ തമാശയായിട്ടാണ് കാണേണ്ടത്. കാരണം നമുക്കറിയാം, രണ്ടാം UPA വളരെ കുറഞ്ഞ ഭൂരിപക്ഷത്തിൽ അധികാരത്തിലിരുന്ന ഒരു ഗവൺമെന്റാണ്. കേരളത്തിൽ നിന്ന് 13 കോൺഗ്രസ് MPമാർ ആ മന്ത്രിസഭയെ പിന്തുണച്ചിരുന്നു. അതിൽ നിന്ന് ഏതെങ്കിലും ഒരു MP ഇന്ന് ആ നിർവാഹക സമിതിയിൽ ഉന്നയിച്ച കാര്യങ്ങൾ, അവർ കാര്യമായിട്ട് പറഞ്ഞത് രണ്ടാം UPAയുടെ പല തീരുമാനങ്ങളും ജനങ്ങൾ ഉൾക്കൊണ്ടില്ല, അതാണ് പരാജയത്തിന് കാരണം എന്ന് വട്ടം കൂടിയിരുന്ന് ചർച്ച ചെയ്ത ഈ കോൺഗ്രസ് നേതാക്കളിൽ ആരെങ്കിലും ഒരാൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു എന്ന് നമ്മൾ ഈ കഴിഞ്ഞ 5 വർഷത്തിന് എവിടെയും തന്നെ നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല. തന്നെയല്ല, ഇവിടെ ആഴ്ചയിൽ 3 തവണ പെട്രോളിന് വില വർദ്ധിപ്പിച്ചാൽ എങ്ങനെ ജനം വോട്ട് ചെയ്യും എന്നാണ് കേരള ആഭ്യന്തര വകുപ്പ് മന്ത്രി ശ്രീ ചെന്നിത്തല കുറച്ചു ദിവസം പറഞ്ഞതായിട്ട് അറിഞ്ഞത്. നമുക്കറിയാം, KPCC പ്രസിഡന്റായിരുന്ന ചെന്നിത്തല ആഴ്ചയിൽ 4 വട്ടം താക്കോൽ സ്ഥാനത്ത് കയറിയിരിക്കാൻ വേണ്ടി ഡൽഹിയിലേക്ക് യാത്ര ചെയ്തതായിട്ട് നാം കണ്ടിരുന്നു. അന്ന് എവിടെയെങ്കിലും ഈ പെട്രോൾ വില വർധനയെ കുറിച്ച് എന്തെങ്കിലും ഒരക്ഷരം ശ്രീ ചെന്നിത്തല പറഞ്ഞതായിട്ട് നമുക്കറിയാൻ സാധിച്ചില്ല. അപ്പോ മൊത്തത്തിൽ പറഞ്ഞാൽ ഭരണമുണ്ടാകുമ്പോൾ ഭരണത്തിന്റെ കൂടെ നിന്നുകൊണ്ട് എല്ലാ കൊള്ളരുതായ്മകൾക്കും കൂട്ടുനിൽക്കുകയും എല്ലാതരം അഴിമതിയെ അനുകൂലിക്കുകയും ചെയ്യുകയും ഭരണം നഷ്ടപ്പെടുമ്പോൾ അത് ചില ആളുകളിലേക്ക് ചില നേതാക്കളിലേക്ക് മാത്രം ചാരിവെച്ച് രക്ഷപ്പെടാനുള്ള കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുടെ സ്ഥിരം നാടകം മാത്രമാണ് ഇന്ന് KPCC നിർവാഹക സമിതിയിൽ നടന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. റൈറ്റ്. അഡ്വക്കേറ്റ് അജി കുര്യാക്കോസ്, ഒരുപക്ഷെ ഇന്നത്തെ യോഗത്തിൽ ഉയർന്ന വിമർശനങ്ങൾ അത് വളരെ ഗൗരവപ്പെട്ട വിമർശനങ്ങൾ തന്നെയല്ലേ? രാജാവ് നഗ്നനാണെന്ന് പറയാനുള്ള ആർജവം കാണിക്കണം, എന്തുകൊണ്ട് അത് കാണിക്കുന്നില്ല എന്ന തരത്തിലുള്ള വളരെ ഗൗരവമേറിയ വിമർശനങ്ങളാണ് ഉയർന്നത്. ഒരുപക്ഷെ ആ വിമർശനങ്ങളൊക്കെ പോകുന്നത് രാഹുൽ ഗാന്ധിയുടെ നേർക്ക് തന്നെയല്ലേ? രാഹുൽ ഗാന്ധിയുടെ നേർക്ക് എന്നുള്ളതല്ല. കാരണം രാജാവ് നഗ്നനാണ് എന്ന് ശ്രീ K. സുധാകരൻ പറഞ്ഞ വിമർശനം രാഹുൽ ഗാന്ധിയെ നേരിട്ടൊന്നും ആക്രമിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളായിരുന്നില്ല. മറിച്ച് അദ്ദേഹം പറഞ്ഞത് ഹൈക്കമാൻഡിനെ വിമർശിച്ചിട്ടുണ്ട്. സത്യമായിട്ടും അദ്ദേഹം അത് വിമർശനം നടത്തിയിട്ടുള്ളത് തന്നെയാണ്. ഹൈക്കമാൻഡിനെ വിമർശിച്ചിട്ടുള്ളത് ഹൈക്കമാൻഡിന്റെ പ്രവർത്തനങ്ങൾ കൃത്യമായ സ്ഥാനാർത്ഥികളെ മനസ്സിലാക്കിക്കൊണ്ട് നിർത്താൻ കഴിയാതിരുന്ന ഒരു വലിയൊരു വീഴ്ചയായിട്ട് തന്നെയാണ് കണക്കാക്കേണ്ടത്. ഇവിടെ നേരത്തെ എന്റെ സുഹൃത്ത് ചന്ദ്രികയുടെ സുഹൃത്ത് സംസാരിച്ചത്, കേരളത്തിലെ നേതാക്കൾ ഡൽഹിയിൽ പോയി കാര്യങ്ങൾ അവതരിപ്പിച്ചില്ല എന്നുള്ളത് മാത്രമല്ലല്ലോ ഇതിന് കാരണം ഇവിടെ ഒരു കൂട്ടുകക്ഷി ഭരണമാണ് കേന്ദ്രത്തിൽ നടന്നത് കഴിഞ്ഞ 10 വർഷവും. ഈ കൂട്ടുകക്ഷി ഭരണത്തിൽ അതിന്റെ പ്രധാനമന്ത്രിക്ക് ചില പരിമിതികളുണ്ട്. കാരണം പല റീജിയണൽ പാർട്ടീസാണ് അവിടെ ഭരിക്കുന്നത്. റീജിയണൽ പാർട്ടീസ് അവരുടേതായ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി പല തീരുമാനങ്ങളും എടുക്കുകയുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വർഗീയമായ ഒരു ചേരിതിരിവ് ഉണ്ടാവാതെ ഈ മുന്നണിയെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ചില അഡ്ജസ്റ്റ്മെന്റുകൾ കോൺഗ്രസ് നടത്തേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ഒരു കാര്യം സത്യമാണ്, ആ അഡ്ജസ്റ്റ്മെന്റുകൾ കോൺഗ്രസിന്റെ പ്രതിച്ഛായയാണ് കാര്യമായി ബാധിച്ചത്. നേരെ മറിച്ച് ഈ പ്രാദേശിക പാർട്ടികൾക്ക് പ്രത്യേകിച്ച് പ്രതിച്ഛായക്ക് യാതൊരു മാറ്റം സംഭവിച്ചില്ല. അവരുടെ മണ്ഡലങ്ങളിൽ അവർ സുരക്ഷിതമായി മത്സരിക്കുകയും ഇതേ വികാരങ്ങൾ തന്നെ ഉയർത്തിക്കൊണ്ടുവന്ന് അവർ ജയിക്കുകയും ചെയ്തു. നേരെ മറിച്ച് കോൺഗ്രസ് എന്ന് പറയുന്ന ഈ ഒരു മഹത്തായ പ്രസ്ഥാനം, അത് ഓൾ ഇന്ത്യ ലെവലിൽ പരന്നു കിടക്കുന്ന ഈ പ്രസ്ഥാനത്തിന് ഇത്തരം ചെറിയ പ്രാദേശിക വികാരങ്ങൾ കൊണ്ടുവരാൻ സാധിക്കാത്തതുകൊണ്ട് വൈഡ് ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റിലാണ് കോൺഗ്രസിന്റെ ഇപ്രാവശ്യത്തെ പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ആ പ്രവർത്തനങ്ങളിൽ ഈ പ്രാദേശിക പാർട്ടികൾ കൊടുക്കേണ്ട പ്രാധാന്യം കൊടുത്തിട്ടില്ല. അതും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഓരോ സംസ്ഥാനങ്ങളിലും കോൺഗ്രസിന്റെ ഘടകകക്ഷികളായിരുന്നുള്ളതാണ് ഈ പ്രാദേശിക പാർട്ടികൾ. ഒന്ന് DMK തമിഴ്നാട്ടിൽ ഏറ്റവും വലിയ ഘടകകക്ഷിയായിരുന്നു. ഏറ്റവും കൂടുതൽ അഴിമതി നടത്തുന്നത് അവരുടെ മന്ത്രിമാരായിരുന്നു.
ആ DMK ഈ വർഷം തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുകയും ഈ മുന്നണിയിൽ നിന്ന് വിട്ടുനിൽക്കുകയും ഒറ്റയ്ക്ക് മത്സരിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. അപ്പോൾ ആ വർഷം ഈ 10 വർഷം DMK കൂടി അധികാരം പങ്കിട്ടുകൊണ്ട് നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളെ ന്യായീകരിക്കുവാനോ അതല്ലെങ്കിൽ അത്തരം പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് കൊണ്ടുവരാനോ അവർ ശ്രമിച്ചിരുന്നില്ല ഇപ്രാവശ്യം. അപ്പൊ അതുകൊണ്ട് കോൺഗ്രസിന് ഒറ്റയ്ക്ക് ഇത്തരം കോൺഗ്രസിന്റെ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കാതെ വരുന്ന ഒരു അവസ്ഥ വന്നു. പിന്നെ സംസ്ഥാന ലെവലില് കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങൾ വളരെയധികം മരവിപ്പിക്കപ്പെട്ട് കിടന്നു. അതൊക്കെയാണ് ഈ KPCC നിർവാഹക സമിതി യോഗത്തില് ഹൈക്കമാൻഡിനെതിരെയുള്ള വിമർശനമായിട്ട് കണക്കാക്കുന്നത്. അത് വളരെ ക്രിയേറ്റീവായിട്ടുള്ള ഒരു വിമർശനമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ രംഗത്തൊക്കെ എതിർ പാർട്ടികൾ ഉന്നയിച്ച പ്രധാനപ്പെട്ട ആരോപണമായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പ്രവർത്തനങ്ങളിൽ പക്വത പോരാ, പക്വതയില്ലാത്ത ഒരു നേതാവാണ് അദ്ദേഹമെന്ന്. ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് ശേഷം കോൺഗ്രസിന്റെ നേതാക്കളിൽ നിന്ന് പോലും യോഗത്തിൽ നിന്ന് കേൾക്കുന്ന വിമർശനങ്ങൾ കേൾക്കുമ്പോൾ ഒരുപക്ഷെ അന്ന് എതിർ പാർട്ടികൾ ഉന്നയിച്ച ആരോപണങ്ങൾ ശരിവെക്കും വിധത്തിലുള്ള ശബ്ദങ്ങളല്ലേ ഇന്ന് കോൺഗ്രസ് പാർട്ടിയുടെ അകത്തു നിന്ന് പോലും കേൾക്കുന്നത്? രാഹുൽ ഗാന്ധിക്ക് പക്വത കുറവ് എന്ന് പറയുന്ന ഒരു സ്ഥിരം ക്ലീഷേ, ഒരു സ്ഥിരമായി പ്രതിപക്ഷം എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ആരോപണം, അത് ആ രീതിയിൽ കണ്ടാൽ മതി എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ സംഭവിച്ചത് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ശരിയായ ഒരു പ്രചാരണ പ്രവർത്തനം നടത്താനായിട്ട് ചിട്ടയായ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്താൻ രാഹുൽ ഗാന്ധിക്ക് സാധിച്ചില്ല എന്നത് വലിയ ഒരു പരിമിതി തന്നെയാണ്. മറുഭാഗത്ത് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ചിട്ടയായ പര്യടനങ്ങൾ, കൃത്യമായ ഒരു ഷെഡ്യൂൾ അനുസരിച്ച് കൃത്യമായ പ്രചാരണ തന്ത്രങ്ങൾ മെനയുകയും അതനുസരിച്ചുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തുനിന്ന് ഒറ്റതിരിഞ്ഞുള്ള ചില പര്യടനങ്ങൾ പ്രഖ്യാപിക്കുന്നു, ആ സ്ഥലങ്ങളിൽ പോയി തെരഞ്ഞെടുപ്പ് റാലികളിൽ പ്രസംഗിക്കുന്നു എന്നതിൽ കവിഞ്ഞ് എന്ത് രാഷ്ട്രീയ തന്ത്രമാണ്, എന്ത് രാഷ്ട്രീയ സ്ട്രാറ്റജിയാണ് ഓരോ സംസ്ഥാനങ്ങളിലും അതത് സംസ്ഥാനത്തിന്റെ പ്രത്യേകതകൾക്ക്, രാഷ്ട്രീയമായ പ്രത്യേകതകൾക്ക് അനുസരിച്ച് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായൊരു ധാരണ കോൺഗ്രസിന്റെ മുഖ്യ പ്രചാരകനായിരുന്ന രാഹുൽ ഗാന്ധിക്ക് ഉണ്ടായിരുന്നില്ല. ആ കാര്യം അദ്ദേഹത്തെ ഉപദേശിച്ചു കൊടുക്കാനായിട്ട് മറ്റു പല കാര്യങ്ങളിലും ധാരാളം ഉപദേശകർ എപ്പോഴും കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ ഒപ്പമുണ്ട്. അത് രാഹുൽ ഗാന്ധിയുടെയും സോണിയാഗാന്ധിയുടെയും രാജീവ് ഗാന്ധിയുടെയും കാലത്ത് ഒരു കൂട്ടം ഉപദേശകർക്ക് നടുവിലായിരുന്നു ഇപ്പോഴും കോൺഗ്രസിന്റെ നേതൃത്വം. അത് ഇപ്പോഴും ധാരാളമുണ്ട്. പക്ഷെ ഈ ചിട്ടയായ പ്രചാരണം നടത്തേണ്ടതിന്റെ ആവശ്യകതയിലേക്ക്, പക്വതയോടുകൂടിയ ചില സമീപനങ്ങൾ സ്വീകരിച്ചുകൊണ്ട് രാഷ്ട്രീയമായ അഭിപ്രായങ്ങൾ പറയേണ്ടതിന്റെ ആവശ്യകതയിലേക്ക് എന്തുകൊണ്ട് രാഹുൽ ഗാന്ധി എത്തിയില്ല എന്ന് കോൺഗ്രസിന്റെ നേതൃത്വം ചിന്തിക്കേണ്ടതാണ്. മറുഭാഗത്ത് നരേന്ദ്രമോദി ഇത് വളരെ ഭംഗിയായി സുസംഘടിതമായി ചെയ്യുകയും ചെയ്തു. കോൺഗ്രസിൽ നിന്ന് തന്നെ ഇതിന്റെ ഒരു അപവാദം നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നത് പ്രിയങ്ക വധേരയുടെ കാര്യത്തിലാണ്. റായ്ബറേലിയിലും അമേഠിയിലും മാത്രമാണ് അവർ നേരിട്ട് പ്രചാരണത്തിന് പോയത്, അവസാനം വാരണാസിയിലും വന്നു. പക്ഷേ നരേന്ദ്രമോദി ഉന്നയിച്ച രാഷ്ട്രീയമായ ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ടുള്ള മറുപടി അല്ലെങ്കിൽ രാഷ്ട്രീയമായ നിലപാടുകൾക്ക് കൃത്യമായ ബദൽ നൽകാൻ സാധിച്ചത് പ്രിയങ്ക ഗാന്ധിക്ക് മാത്രമാണ്. അത്രയും ശക്തമായ രീതിയിൽ പ്രതികരണം നടത്താൻ രാഹുൽ ഗാന്ധിക്ക് സാധിച്ചില്ല എന്നുള്ളത് മുഖ്യ പ്രചാരകൻ എന്ന നിലയിൽ രാഹുൽ ഗാന്ധിയുടെ പോരായ്മ എടുത്തു കാണിക്കുന്ന ഒരു ഘടകമാണ്. ഞാൻ തിരിച്ചു വരാം താങ്കളേക്ക്. സയ്യിദ് അലി എന്ന പ്രേക്ഷകനുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. സയ്യിദ് പറഞ്ഞോളൂ. നമസ്കാരം. സയ്യിദ് പറഞ്ഞോളൂ. താങ്കൾ ടെലിഫോണിന്റെ ശബ്ദം ശ്രദ്ധിക്കേണ്ട, പറഞ്ഞോളൂ. അല്ലല്ല, കോൺഗ്രസിന്റെ കാര്യം, കോൺഗ്രസ് എന്ന് പറയുന്നത് ആദ്യം ഒരു പണ്ട് മുതലേ കുടുംബ വാഴ്ചയിൽ ഇതായിട്ടില്ല. ഞാനൊരു കോൺഗ്രസ് പ്രവർത്തകനാണ്. അവർക്ക് ഇത് വെച്ചെങ്കിലും അത് മനസ്സിലാക്കാനുള്ള കോൺഗ്രസിന്റെ ഇത് ഇപ്പോഴും നഷ്ടപ്പെട്ടു. ഇപ്പോഴും അവരുടെ കയ്യിൽ തന്നെയാണ് ഏൽപ്പിച്ച്. വേറെ കോൺഗ്രസിൽ ശക്തമായ നേതൃത്വം ഇല്ല എന്നുള്ള അവർ തെളിയിച്ചു. വളരെയധികം നന്ദി സയ്യിദ് പ്രതികരണം അറിയിച്ചതിന്. ശ്രീ കുഞ്ഞാക്കുട്ടി ഏകാദർ, ഇപ്പോൾ പരാജയത്തിന്റെ കാരണം അന്വേഷിക്കാൻ പല സമിതികൾക്കും KPCC നേതൃത്വം കൊടുത്തിട്ടുണ്ട്. നേതൃത്വത്തിന് സ്തുതി പാടുകയല്ലാതെ കാര്യമാത്രമായിട്ടുള്ള എന്തെങ്കിലും കണ്ടെത്തലുകൾ ഈ സമിതിയിൽ നിന്നുണ്ടാകുമോ? മുമ്പും ഒരുപാട് സമിതികളെ, KPCCയുടെ സമിതികളെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. തീർച്ചയായിട്ടും ഉണ്ടാവില്ല എന്ന് തന്നെയാണ് പറയേണ്ടത്. കാരണം നമുക്കറിയാം, കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പ് പരാജയം അന്വേഷിക്കാൻ വക്കം കമ്മിറ്റിയെ നിയമിക്കുകയുണ്ടായിരുന്നു. ആ റിപ്പോർട്ട് ഇന്നും ഫ്രീസറിൽ ഇരിക്കുകയാണ് എന്നാണ് നമുക്കറിയാൻ സാധിച്ചിട്ടുള്ളത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന് ആത്മാർത്ഥമായി ഈ രാജ്യത്തെ രക്ഷിക്കണമെന്നും ഇവിടെ മതേതര ഗവൺമെന്റ് ഉണ്ടാക്കി ഈ രാജ്യത്തെ ജനങ്ങളോട് അവർക്ക് ബാധ്യതയുണ്ടെങ്കിൽ അതിന് വ്യക്തമായ പരിഹാരം കണ്ടെത്താൻ വേണ്ടിയുള്ള ശ്രമം നടത്തുകയാണ് കോൺഗ്രസ് ചെയ്യേണ്ടത്. അതല്ലാതെ ഈ ഇപ്പൊ നേരത്തെ എന്റെ മാധ്യമ സുഹൃത്ത് സൂചിപ്പിച്ചതുപോലെ
ഇവിടെ തൊലിപ്പുറ ചികിത്സ നടത്തിക്കൊണ്ട് പലതും പഴിചാടി രക്ഷപ്പെടാനുള്ള ശ്രമം മാത്രമാണ് ഇപ്പോഴും കോൺഗ്രസ് നടത്തുന്നത്. അത് കേരളത്തിലായാലും നമുക്കറിയാം. ഈ അടുത്ത ദിവസം തന്നെ ഈ ആന്റണി പറഞ്ഞത് അദ്ദേഹത്തിന്റെ നമ്മൾ ആറന്മുള വിമാനത്താവളവുമായി ബന്ധപ്പെട്ട് ആറന്മുള വിമാനത്താവളം അവിടെ വേണം എന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് കൊണ്ടാണല്ലോ ഞാൻ അവിടെ ജയിച്ചത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇപ്പോഴും ഇത്തരം ധാർഷ്ട്യമായ തീരുമാനങ്ങളോടുകൂടിയാണ് കോൺഗ്രസ് നേതാക്കൾ കേരളത്തിലടക്കം മുന്നോട്ട് പോകുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടി വരും. കോൺഗ്രസിന് ഈ വിഷയത്തിൽ കോൺഗ്രസ് എന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ മതേതര രാഷ്ട്രീയ പാർട്ടി തിരിച്ചു വരണമെന്ന് ആത്മാർത്ഥമായ ആഗ്രഹം വ്യക്തമാണ്. അവസാനമായി അഡ്വക്കേറ്റ് അജി കുര്യാക്കോസ്, താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഉൾപാർട്ടി ജനാധിപത്യം അനുവദിക്കുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ് എങ്കിൽ ഇപ്പോൾ നടക്കുന്ന വിമർശനങ്ങളും നടപടികളും കൊണ്ട് സമീപകാലത്ത് വലിയ രീതിയിലുള്ള ഒരു തിരിച്ചുവരവ് കോൺഗ്രസിനുണ്ടാകും എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? തീർച്ചയായും വളരെ സമീപത്തിൽ തന്നെ ഈ കോൺഗ്രസ് വളരെ ശക്തമായി തിരിച്ചു. ഞാനൊരു ഉദാഹരണമാണ്. കേരളത്തിൽ ഇതിലും വലിയ സംഘടനാ പ്രശ്നങ്ങൾ നടന്നിരുന്ന കേരളത്തിൽ KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ശ്രീ VM സുധീരനെ അവരോധിക്കുകയും അദ്ദേഹം KPCC പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തതിനു ശേഷം ഇന്ത്യ ഒട്ടാകെ BJP തരംഗം ആഞ്ഞു വീശിയപ്പോൾ കേരളത്തിൽ കോൺഗ്രസ് വലിയൊരു വിജയം കൈവരിക്കുകയുണ്ടായി. അപ്പൊ അതുകൊണ്ട് ഇനിയും കോൺഗ്രസിന്റെ നേതാക്കൾ ഹൈക്കമാൻഡ്, അതാണ് വീണ്ടും പറയുന്നത്, ഹൈക്കമാൻഡിനെതിരെയുള്ള വിമർശനമായിരുന്നു നമ്മൾ കണ്ടത്. ഇനിയും ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഓരോ സംസ്ഥാനങ്ങളിലും അതത് രീതിയിലുള്ള ക്രിയാത്മകമായ മാറ്റങ്ങൾ വരുത്തുകയും അതിന് വേണ്ടുന്ന ഒതുങ്ങുന്ന നേതാക്കളെ അതത് പോസ്റ്റിലേക്ക് അവരോധിക്കുകയും ചെയ്ത് അവിടെ പാർട്ടി ഗ്രാസ് റൂട്ട് ലെവലിൽ നിന്നും പാർട്ടിയെ പടുത്തുയർത്താൻ സാധിക്കുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ എത്രയും വേഗത്തിൽ കോൺഗ്രസിന് വ്യക്തമാണ്. വളരെയധികം നന്ദി അഡ്വക്കേറ്റ് അജി കുര്യാക്കോസ്, റോയ് റാഫേൽ, കുഞ്ഞാക്കുട്ടി ഖാദർ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. ഇതോടെ ഇന്നത്തെ ന്യൂസ് 1 മിഡിൽ ഈസ്റ്റ് ഇവിടെ പൂർണ്ണമാകുന്നു.